അപ്പോൾ നമുക്കിന്ന് സ്വാദിഷ്ടമായൊരു മുട്ടക്കറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാം ഓയിൽ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ അകത്ത് കുറച്ച് കടുകിടുക, അതിനുശേഷം കുറച്ച് സവോള ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. അത് അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്ന വരെ ഇളക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ അതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, അതൊക്കെ പാകത്തിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്ര ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. ഒരു ബ്രൗണിഷ് കളർ ആവണം. അതായത് പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണം മാറണ വരെ മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും തക്കാളിയും ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയായിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കണം. എന്ന് വെച്ചാൽ സവോള ഒന്ന് വെന്തലിയാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് അതൊന്ന് ഇളക്കി എണ്ണ തെളിഞ്ഞ് വരണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അര ഗ്ലാസ് പാൽ ഒഴിക്കാം. നമുക്കുള്ള പശുവും പാലാണ് ഒഴിക്കുന്നത്. അതും കൂടി ഒഴിച്ചിട്ട് അത്യാവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് മുട്ട ഇടുക. പിന്നെ ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂളിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്.